ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ചോക്ലേറ്റ് ലെയർ പുഡിംഗ് ആണ് കേട്ടോ. മറ്റേ ഇൻട്രോ കൊടുക്കേണ്ടി വരും. ഇതാണ് ഇടയ്ക്കൊരോ പണി കിട്ടുക എന്ന് പറഞ്ഞാൽ എന്താണ് പണി കിട്ടുക ഗൈസ്. ഇന്ന് വലിയ കണക്കിന് ഞാൻ ചോക്ലേറ്റ് പുഡിംഗ് ഉണ്ടാക്കുകയാണെന്ന് പറഞ്ഞിട്ട് എപ്പോൾ തുടങ്ങിയതാന്ന് പറഞ്ഞാൽ എന്നെ തിരിപ്പിക്കൽ. ഞാനിതൊക്കെ വീഡിയോ ഇട്ട് കൊടുത്ത് അവസാനം ഒന്ന് പാല് തിളച്ച് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ആ നേരത്തെ എത്തി 2 പാക്കറ്റ് പാലെന്തായി കേട് വന്നു. ഇനിയിപ്പോൾ നമ്മൾ വീഡിയോക്ക് വേണ്ടി പറയണമെന്ന് പറയുക, 2 പാക്കറ്റ് പാൽ ഇതാ കിടക്കുന്നു. കേട് വന്ന പാൽ ഇതാ ഒഴിച്ച് പ്രാന്തായിട്ടാണ് തോന്നുന്നു, ഒക്കെ ഒഴിച്ച് ഇതിലിട്ടിക്കണ്. പിന്നെ ഇതാ ചൈന ഗ്രാസൊക്കെ പകുതിക്ക വെള്ളത്തിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ പറയും ഞങ്ങൾക്ക് പോയിട്ട് എന്താണ് പാല് വാങ്ങി കൊണ്ടുവരൊക്കെ ചെയ്യാം, പക്ഷെ അപ്പോഴേക്ക് ചൈന ഗ്രാസ് കേട്ടിരും. എന്ത് ചെയ്യും? ആദ്യം ഒരു പാക്ക് പാല് വാങ്ങി കിടന്ന്, പിന്നെ വാങ്ങിട്ട് അവൻ കിടന്നു. എടി കിച്ചൺ ചാനലാകുമ്പോൾ ഇതൊക്കെ ഉണ്ടാവും. ചിലപ്പോൾ എല്ലാം നമുക്ക് പ്രേക്ഷകർക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റൂല. എന്തുണ്ടാവും? ചില സാധനങ്ങൾ കേട് വരും. അപ്പോൾ എന്താവണം? കേടില്ലാത്ത പാലുകൊണ്ട് മക്കളെ കുക്ക് ചെയ്യണം അല്ലേ? ഈ മുറിച്ച് വെച്ച ബദാമും ഈ കൊക്കോ പൗഡറും ഈ പൗഡറും പാടെ ഈ ഡയറി മിൽക്കിൻ്റെ കഷ്ണമൊക്കെ പാടെ ഒരു ഗ്ലാസ്സിലിട്ട് കലക്കിയിട്ടാണ് മോന്തിക്കാള. ഈ ബിസ്ക്കറ്റ് അതിൽ ഒപ്പി തിന്നോ കേട്ടോ. ഞാണെങ്കിൽ കുറച്ച് രസത്തിന് മിൽക്ക് മെയ്ഡ് ചേർത്തോ. എൻ്റെ ഒരു ചോക്ലേറ്റ് പുഡിങ്. അപ്പം ഇത് അതിന് പിന്നെ ഉണ്ടാക്കി കൊടുക്കാം. 2 പാക്ക് പാലും കേടും. അപ്പോൾ ഗൈസ് ആകെ ഒരു പണി പാളിയൊരു ദിവസമാണെന്ന്. കാരണം ഒരു പാക്ക് പാല് വാങ്ങിയിട്ടുണ്ടെന്ന് അത് കേടുന്നു, രണ്ടാമത് വീണ്ടും വാങ്ങിയിട്ടുണ്ടെന്ന് അതും കേടുന്ന പാല്. ഇതൊരു കണ്ടൻ്റായിട്ടൊന്നും ആരും കാണണ്ട. ഏതായാലും വീഡിയോ എടുക്കാനൊരുങ്ങി ഇതൊക്കെ സെറ്റാക്കി വെച്ചത്, പക്ഷെ പാല് നമ്മളെ ചതച്ച്. ഇനി വാങ്ങിയിട്ടുണ്ടെന്ന് ഉണ്ടാക്കാനുള്ളൊരു മൂഡില്ല. ഇനി എന്തായാലും ഈ ഒരു ഇപ്പം ഉണ്ടാക്കാൻ വിചാരിച്ച ഈ ഒരു വീഡിയോ പിന്നെ ഒരു ദിവസം ഷെയർ ചെയ്യാം. ഞാൻ ചോക്ലേറ്റ് ലെയർ പുഡിങ് ഇനി വിചാരിച്ചിന് പാല് നമ്മളെ ചതച്ചു. ഞാൻ പറയാൻ വന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചിന്. അപ്പോൾ പുഡിങ് ഏതായാലും ഫ്ലോപ്പായി. അപ്പോൾ ഞാൻ ഒരു കാര്യം പറയാം. ഇന്ന് ഉച്ചക്കത്തെ വീഡിയോയിൽ കുറേ കമൻറ്റ് കണ്ട്. അപ്പോൾ കാറിൻ്റെ സീറ്റാണ് ഇവിടെ പ്രശ്നം. ഞാൻ ഇങ്ങനെ പറയണേ നമുക്ക് ഇനി കാറ് മാറ്റി ഓട്ടോറിക്ഷ എടുക്കുക നല്ലതെന്ന്. എന്നാൽ പിന്നെ ആ ഒരു പ്രശ്നം പരിഹരിക്കുക. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ കാറിൻ്റെ മുന്നിൽ ഞാൻ ഇരിക്കുന്നതാണ് കുഴപ്പം. അപ്പോൾ അതായത് നിങ്ങൾ ഈ കാറിൻ്റെ മുന്നിൽ ഇരിക്കരുത് എന്ന് പറഞ്ഞിട്ടല്ല ഞാൻ അവിടെ കയറി ഇരിക്കുന്നത്. ഞങ്ങൾ ഓരോ സാഹചര്യങ്ങളുണ്ടാവും. ചിലപ്പോൾ മുന്നിൽ ഇരുത്തേണ്ട അവസ്ഥ ഉണ്ടാവും, ചിലപ്പോൾ ബാക്കിൽ ഇരുത്തേണ്ട അവസ്ഥ ഉണ്ടാവും, അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പോൾ എന്നാളൊരു കമൻ്റ് ഉണ്ട്, ഇജില്ലാത്തപ്പോൾ ഉമ്മ മുന്നിലാണല്ലോ ഇരിക്കണമെന്ന്. ഞാൻ ഇല്ലാത്തപ്പോൾ ഇനി ഉമ്മ ഇക്ക ഡ്രൈവിംഗ് സീറ്റിൽ ഒറ്റക്കാവുന്നതുകൊണ്ട് ഇക്ക മുന്നിൽ ഇരുത്തും, AC ഇടാതെ കൊണ്ടുപോകും. AC ഒക്കെ ഇപ്പോൾ നമുക്ക് പ്രശ്നമാണ്. ഇന്ന് കാറിൻ്റെ ഫ്രണ്ടിൽ ഇരുന്ന എന്താ വെച്ചാൽ ഞാൻ അങ്ങോട്ട് കയറി വരുന്നതിന് മുമ്പ് ഉമ്മ ബാക്കിൽ പോയിരുന്നാണ്. പിന്നെ ഇരിക്കണ ഒരാളെ ഞാൻ ഇരിക്കുമ്പോൾ ഞാൻ പറയുന്നുണ്ട് നിങ്ങൾ മുന്നിൽ ഇരുന്നോളി. ഇപ്പം ഞാൻ മുന്നിൽ ഇരുന്നോളി എന്ന് പറഞ്ഞാൽ ഞാൻ ആ കാറിൻ്റെ മുതലാളിയൊന്നും അല്ലല്ലോ. ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് ഇരിക്കുക. ഉമ്മ ഉണ്ടാകുമ്പോൾ ശരി തന്നെയാണ്, നമ്മൾ ബഹുമാനിക്കണം. പക്ഷെ ഒരാളെ കംഫേർട്ട് നോക്കി എവിടെ ഇരിക്കണമെന്ന് വെച്ചാൽ അവിടുന്ന് പൊട്ടിച്ചിറക്കി നമ്മൾ അങ്ങോട്ട് ഇരുത്താനൊന്നും പറ്റില്ലല്ലോ. പിന്നെ ഇപ്പം എന്തൊരു കമൻറ്റ്, ഉമ്മ ബാക്കിൽ ഇരിക്കുകയാണെങ്കിൽ ഇജും ബാക്കിൽ തന്നെ ഇരിക്കണം. ഉമ്മ മെയിനായിട്ട് ഇരിക്കുന്നത് ബാക്കിൽ കാല് ഇത് നീട്ടി. ഇപ്പോൾ വീഡിയോയിൽ ഇപ്പോൾ കാല് നീട്ടി വെച്ചിരിക്കൂല, അപ്പോൾ നേരെ ഇരുന്നു. പിന്നെ കാല് നീട്ടി വെച്ച് ഇരിക്കാനാന്ന് പറഞ്ഞിട്ട് ഇരിക്കില്ല. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടി ഞാനും കുട്ടിയും കൂടി അവിടെ പോയിരുന്നാലോ. അപ്പോൾ അതൊക്കെ നിങ്ങൾ ചിന്തിക്കുക. ഒരു എന്താ പറയുക, ഒരു മുന്നിൽ ഇരിക്കണേലാണോ സ്നേഹവും ഇതൊക്കെ ഉള്ളത്. പിന്നെ ഞാൻ മുന്നിൽ ഇരുന്നാൽ കുറ്റം, സംസാരിച്ചാൽ പ്രശ്നം, സംസാരിച്ചില്ലെങ്കിൽ പ്രശ്നം, തിന്നാൽ പ്രശ്നം, ഇരുന്നാൽ പ്രശ്നം, തിന്നില്ല പ്രശ്നം. അങ്ങനെയൊക്കെ പ്രശ്നങ്ങളാണ് ഇവിടെ. കുറച്ച് കാലം ഞാൻ മിണ്ടലില്ല. ഞാൻ മിണ്ടാറുന്നതേ ഇനി എല്ലാവരും സൈഡിലൂടെ ഇങ്ങനെ പോകാൻ വിചാരിച്ചിട്ടേ. പക്ഷെ അങ്ങനത്തെ എന്നെ മിണ്ടണോ അതാക്കണോ ഇപ്പോൾ ഈ കുറച്ച് വീഡിയോയിൽ ഒന്ന് ആക്റ്റീവായി നിന്നപ്പോൾ എന്താ ഇന്നലത്തെ വീഡിയോയിൽ കണ്ട് ഓള് കുറച്ച് ഓവറാണ്. ഞാൻ കമൻറ്റ് വായിച്ചിട്ട് കുറച്ച് എടുങ്ങാറാവുന്ന ആളാണ്. അപ്പോൾ എനിക്കത് കാണുമ്പോൾ
അപ്പോൾ ഈ പരിപാടി പറ്റാത്തവർ നിർത്തി പോകാനൊക്കെ പറയും. പക്ഷെ നിങ്ങൾ ഇനി പറയുകയാണെങ്കിൽ നിങ്ങൾ പറഞ്ഞോളി. പക്ഷെ ഇന്നൊരു എന്താ പറയുക, ഒക്കെപാടെ ഒരു സങ്കടമായി പോയി. ഞാൻ ആ കമൻറ്റൊക്കെ വായിച്ച് ഇങ്ങനെ വന്ന് ഈ ഒരു പുഡിങ് ഉണ്ടാക്കാൻ നോക്കിയപ്പോൾ അതും ഇതായി. അപ്പോൾ എന്തായാലും ഒന്ന് പറയാൻ വിചാരിച്ചു. അപ്പോൾ ഇത് പറയണത് എന്തിനാറോ, മനസ്സിലാവണവർക്ക് മനസ്സിലാവട്ടെ. പക്ഷെ അങ്ങനെ കമൻറ്റ് ഇടുന്നപോലെ അടിയിൽ ചിലവർ പോയി പറയണുണ്ടെങ്കിൽ ഉമ്മ തന്നെ ഒരു ദിവസം പറഞ്ഞല്ലോ കാല് നീട്ടി വെക്കാൻ വേണ്ടിയിട്ടാണ്, വെറുതെ എന്തിനാ എല്ലാവരും ഇങ്ങനെ പറയണത്. ഇപ്പം ഞങ്ങളെ വീട്ടിലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി ഇരിക്കലുണ്ട്, അങ്ങനെ നമ്മൾ ഒരാളെന്നെ ഇരുത്തണം അങ്ങനെയൊന്നും ഇല്ല എന്നുള്ളതൊക്കെ കമൻറ്റിൽ റീപ്ലൈ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ചാനലിൽ എനിക്ക് വർത്താനം പറയാൻ പറ്റുമോ? ഓ ഗൈസ്, ചാനൽ ഓൺലൈനാണെങ്കിലും വീഡിയോൻ്റെ ബാക്കിൽ 100% ഞാനാണ് ഇട്ടുള്ളത്. ഈ പറഞ്ഞതും ഞാൻ പറയാൻ പറഞ്ഞതാണ് ഓളിപ്പോൾ പറഞ്ഞത്. കാരണം ഓളിത് പറയുന്നില്ല എന്ന് പറഞ്ഞാണ്. ഞാനിത് എനിക്കറിയാം, കാണുമ്പോൾ പറഞ്ഞു ഇല്ല, എനിക്ക് ആര് മുന്നിലിരുന്നാലും പ്രശ്നമില്ല, ആര് ബാക്കിലിരുന്നാലും പ്രശ്നമില്ല. എനിക്ക് എല്ലാവരും സേഫായിട്ട് എത്തിക്കാന്നുള്ളത് മാത്രമാണ് ഓല് പറയാ. എപ്പൊന്നറിയോ, നമ്മള് ഉമ്മനെ ഞാൻ മുന്നിൽ ഇരുത്തൂല, ഇത് ഇന്റെ വണ്ടിയാണ് ഇന്റെതാണ് പറഞ്ഞിട്ട് ഞാൻ അഹങ്കാരത്തിൽ കയറി കുത്തിരിക്കുകയാണെങ്കിൽ ഓൾക്ക് പറയാം. ഇതിപ്പോ അങ്ങനെ അല്ലല്ലോ, ഞാൻ ബാക്കിൽ ഇരിക്കും. നാളിപ്പോ നമ്മള് പോരുമ്പോ ഞാൻ വീഡിയോ എടുത്തില്ല. ഇനിയിപ്പോൾ സീനും ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഉമ്മനെ മുമ്പിൽ ഇരുത്തിട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഡ്രൈവ് ചെയ്യുമ്പോൾ ഞാൻ ഉറക്കം വരുന്ന മനുഷ്യനാണ്. അപ്പോൾ ഞാൻ എന്താക്കും, എവിടെ പോകുകയാണെന്നുണ്ടെങ്കിലും ആരെങ്കിലും ഒരാളെ എന്താക്കും എൻ്റെ മുന്നിൽ ഡ്രൈവർ സീറ്റോ, അല്ലെങ്കിൽ ഞാൻ ഡ്രൈവറായി മാറൂലേ. അതിനിപ്പോൾ അപ്പോൾ കാലിന് വയ്യായ്മയൊന്നും ഞാൻ നോക്കൂല. അപ്പോൾ ഞാൻ എൻ്റെ പറ്റുന്ന എന്താ, AC ഓഫാക്കി കൊടുക്കുക, ജനൽ തുറന്നു കൊടുക്കുക. ഇതൊക്കെ ഇപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് കാണിച്ചു തരാൻ പറ്റൂലല്ലോ. പിന്നെ ഒരാൾക്ക് സ്ഥാനം കൊടുക്കുന്നത് അയാൾക്ക് കൊടുക്കുന്ന സീറ്റ് കൊണ്ടോ അയാൾക്ക് കൊടുക്കുന്ന പദവി കൊണ്ടോ ഒന്നല്ല. നമ്മൾ അയാൾക്ക് കൊടുക്കുന്ന റെസ്പെക്റ്റ്, അതിപ്പോൾ അതായത് കണ്ടാൽ നീച്ച് നിൽക്കുക, അതൊരു ബഹുമാനത്തിൻ്റെതാണ്. അത് വെച്ചിട്ട് നമ്മൾ എന്താക്കും, ഒരാൾ ഇരുത്തിയ സ്ഥലത്ത് നിന്ന് അയാളെ പിടിച്ചിരുന്നിട്ട് ഫ്രണ്ടിൽ കൊടുത്തിരുത്ത് ആരും പറഞ്ഞില്ല. കാരണം അയാളെ കംഫർട്ടിനനുസരിച്ചിട്ടാണ് അയാൾ ഇരിക്കുക. ഓക്കെ, ഇപ്പം നമ്മൾ ഉമ്മാനെ പിടിച്ച് ബാക്കിൽ ഇരുത്തോ ഒന്നുമല്ല. ദിവസം കയറുമ്പോൾ ഞാൻ പറയലുണ്ട്, ജാടിയിരുന്നു ഞാൻ കാലിട്ട് ഇവിടെ ഇരിക്കട്ടെ, നിങ്ങൾ കാലിട്ടിരിക്കണം, നിങ്ങൾ ഇവിടെ ഇരുന്നോളി പറഞ്ഞ് എനിക്ക് ഫോഴ്സ് ചെയ്യാൻ പറ്റൂലല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. എന്താണ് പറയുന്നത്, എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഉണ്ടാക്കിക്കോളി, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. നിങ്ങൾ എവിടെ ഇരിക്കണ്ടെന്ന് പറഞ്ഞാലും ചിലപ്പോൾ നാളെ ചിലപ്പോൾ മുമ്പിലാവും, ഓൾ ബാക്കിലാവും, ചിലപ്പോൾ ഡ്രൈവിംഗ് സീറ്റിൽ വരും, അങ്ങനെയൊക്കെ വരും. അതൊന്നും നമുക്കൊരു പ്രശ്നമില്ലാത്ത കാര്യമാണ്. നമുക്ക് ഈ പോണ ആൾക്കാരെല്ലാവരും വണ്ടിയിൽ നിന്ന് എവിടെ ഇറങ്ങണോ, ഇപ്പോൾ ഞാൻ കല്യാണത്തിലാണ് പോണേ, ഈ മുന്നിലിരിക്കുന്ന ആൾ കല്യാണ പടിയിലും ബാക്കിലിരിക്കുന്ന ആൾ കല്യാണ മണ്ഡപത്തിൽ കയറില്ലല്ലോ. എല്ലാവരും ഒരുമിച്ച് പോകേണ്ട സ്ഥലമാണെങ്കിൽ ഞങ്ങൾ ഒരുമിച്ചൊരു സ്ഥലത്ത് പോയി ഇറങ്ങും. ഓക്കെ, അയച്ചിട്ട് പിന്നെ വേറെ രസമുണ്ട്. ഇപ്പോൾ സിനുവിൻ്റെ വീട്ടിൽ പോവുകയാണ്, തറവാട്ടിൽ പോവുകയാണ്. അപ്പോൾ എന്താക്കും, ഉമ്മ ബാക്കിലിരിക്കും. കാരണം എന്താണ്, പിന്നെ ഓൾക്ക് ഇറങ്ങിയിട്ട് ഓൾക്ക് ഇനി മുന്നിലിരിക്കേണ്ട ആവശ്യം വരില്ല. അതായത് ഇന്ന് പോകുമ്പോഴും അങ്ങനെയാണ്. കാരണം ഉമ്മാക്ക് തറവാട്ടിൽ ഇറങ്ങണം. അപ്പം എന്താ, തറവാട്ടിലല്ല, ഉമ്മാക്ക് ഹോസ്പിറ്റലിൽ ഇറങ്ങണം. ഞങ്ങൾക്കാണെന്നുണ്ടെങ്കിൽ കുട്ടീൻ്റെ മുടി വെട്ടാനും പോകണം. അപ്പോൾ എന്തായി, ആ കുട്ടീൻ്റെ മുടി വെട്ടണമെങ്കിൽ കുറച്ച് അപ്പുറത്ത് പോകണം. അപ്പം ഉമ്മ അവിടെ ഇറങ്ങി, ഞങ്ങൾ അപ്പുറത്തേക്ക് ഹോസ്പിറ്റലിലേക്ക് പോയി. അതൊക്കെ ഞങ്ങൾ ഓരോ കംഫർട്ടിനനുസരിച്ച് ഞങ്ങൾ ഇരിക്കുന്നതാണ്. നിങ്ങൾക്ക് പറയട്ടോ, എപ്പോഴെന്നറിയോ, നിങ്ങൾ പറഞ്ഞൊക്കെ ശരിയാണ്, ബഹുമാനമാണ് നമ്മൾ ഇരുത്തുന്നത് ഒക്കെ. അത് നമ്മൾ ഓൽക്ക് ഇരിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിട്ട് ഓലെ ഇരുത്താതെ ബാക്കിൽ ഇരുത്തുമ്പോൾ നിങ്ങൾക്ക് പറയാം. ഇത് ഓലെ എന്ന് പറയണ്ട, ഇമ്മ ഓലെ കംഫർട്ടിനനുസരിച്ച് ഇരിക്കുകയാണ്. അപ്പോൾ പിന്നെ നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഇനി നമുക്ക് ഉമ്മാനോട് ചോദിച്ചു നോക്കണം എന്തുകൊണ്ടാണ് നിങ്ങൾ ബാക്കിൽ ഇരിക്കണമെന്ന്. അത് നാളെ ചോദിക്കുക ഗൈസ്, കോഴിനെ മുളക്കാൻ പോയിക്കണേ. എന്തായാലും ഞാനൊരു പുഡിങ്ങൊക്കെ തിന്നാച്ചിട്ട് ഇത്ര നേരം വീഡിയോ ഒക്കെ എടുത്തെടുത്ത് വീഡിയോ പറയണം, അവസാനം ഓൾ പറയുകയാണ് ഇതൊക്കെ കേടൊന്നു എന്ന് പറയുമ്പോൾ എൻ്റെ ഒരു മാനസികാവസ്ഥകൾ മനസ്സിലാക്കണം. കാരണം എത്രയോ സമയം ഞാനിവിടെ സ്പെൻഡ് ചെയ്തിട്ട് ആ സാധനം പറ്റൂല എന്ന് പറയുമ്പോൾ എന്താവും, എനിക്ക് കയറി വന്നിക്കണേ. അവസാനം ഒന്നാമത്തെ ക്ഷമിച്ച് രണ്ടാമത്തെ വാങ്ങി തന്നു, അതും അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഭ്രാന്താവും. അപ്പോൾ ഏതായാലും ഞാൻ ഏതായാലും വീഡിയോ ഓണാക്കി. പിന്നെ എൻ്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഒരിക്കലും കണ്ടൻറ്റ് ബേസിൽ വീഡിയോ ഇടുന്ന ആളല്ല. നമ്മുടെ വീട്ടിൽ എന്ത് രസകരമാണെങ്കിലും എന്ത് സംഭവങ്ങളാണെങ്കിലും അത് നമ്മൾ ഷെയർ ചെയ്യുക, അത് അങ്ങനെ നമ്മൾ കാണുന്നുള്ളൂ. ഓക്കെ, അല്ലാതെ കണ്ടൻറ്റിനായിട്ട് ന്യൂഫിൽ നടക്കലില്ല. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ 3 ചാനലിലൊന്നും ഡെയിലി വീഡിയോയിലെ കണ്ടൻറ്റിനായിട്ട് നിൽക്കുകയാണെങ്കിൽ അതിനെ നേരം ഉണ്ടാവുള്ളൂ. ഓക്കെ, നമ്മുടെ ചെറിയ ചെറിയ വിശേഷങ്ങൾ പങ്കിടുന്നു മാത്രമേ ഉള്ളൂ. അപ്പം ഇനി പറയും, വേറൊരു കമൻറ്റ് ഞാൻ മുൻകൂട്ടിയെ പ്രവചിക്കട്ടെ. ഇനിയിപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ ഇൻഷാല്ലാ ചക്കരികളൊക്കെ വരികയാണെങ്കിൽ പറയും, അത് ഇവളെ വീട്ടുകാർ വന്നപ്പോൾ ഇവൾ ഉണ്ടാക്കി കൊടുക്കലും അതും മുണ്ടലും രണ്ട് ലെവല് വന്ന അത് ഇനി വരും. പ്രവചിക്കാണ് ഞാൻ, അപ്പോഴേ നോക്കിക്കോളുണ്ട്, അതിനായിട്ട് നോക്കി നിൽക്കുക. അപ്പോൾ ആ ഒരു വീഡിയോയിൽ നമ്മൾ എവിടെയോ ഒന്ന് സൈലൻ്റ് ആയി, നമുക്ക് എന്തോ പ്രശ്നമുണ്ട്, വരും.
പിജാണ് ആ പ്രവചിക്കുന്ന ആളില്ലേ. അപ്പൊ മനസ്സിലായി തുടങ്ങിയപ്പോ എങ്ങനെയാണ് ഓല് എന്താണ് ഇന്ന് ഞാൻ വിചാരിച്ചാണ് ആ വീഡിയോയിൽ ഉണ്ടാവും. അല്ല ഞാനത് വിചാരിച്ചിരിക്കണം. അപ്പോൾ അത് വിചാരിച്ച് നിങ്ങളത് ഇങ്ങനെ എഴുതുമ്പോൾ എനിക്ക് ഇങ്ങനെ ഒരു വീഡിയോയിൽ പറയേണ്ടി വരും. അപ്പോൾ എന്തിനാ ഇത് പറയും ന്യൂഫിൽ നിങ്ങൾ ഇട്ടുകൊണ്ട് ഒരു കണ്ടന്റ്, അപ്പോൾ അതിങ്ങനെ ഇടാൻ നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പം ഞാൻ അത് പറയൂ, ക്ലിയർ ആക്കി തരണ്ടേ ക്ലിയർ നമ്മളെ ആക്കി തരണ്ടേ. ഉത്തരവാദിത്താണല്ലോ. നിങ്ങളിതിങ്ങനെ പറഞ്ഞിട്ട് നമ്മൾ വെറും തെറ്റുകാരല്ലേ, നമ്മളിതൊന്നും അറിയാത്ത കാര്യമാണ് നിങ്ങൾ ഈ പറഞ്ഞിട്ടുണ്ടാക്കണേ. അതായത് ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കണ അതൊരു ബഹുമാനത്തിൻ്റെയൊക്കെ ഒരു ഇതാവാം എന്നൊക്കെ വിചാരിക്കും, പക്ഷേ സത്യത്തിൽ അതല്ല ഗൈസ് അല്ലേ. ആയിക്കോട്ടെ എന്നാ എല്ലാം ഒഴിവായില്ലേ. ഇനി എന്താ ആ ചൈന ഗ്രാസ് എന്താ ചെയ്യണേ? അറിയില്ല. അതെടുത്ത് വലിച്ചെറിഞ്ഞ വെള്ളത്തിൽ കിട്ടോ, അല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റൂലല്ലോ, ചോറിന് കൂട്ടാൻ പറ്റൂല. അപ്പോൾ ഇന്ന് മൊത്തത്തിൽ പണി വാളിയ ഒരു ദിവസം